तो उनको ये भी सोचना चाहिए, ये जो सब कर रहे हैं, कि किसी ना किसी दिन बीजेपी की सरकार बदलेगी और फिर कार्रवाई होगी, और ऐसी कार्रवाई होगी कि मैं गारंटी कर रहा हूं ये फिर से कभी नहीं होगा। तो उनको भी നമസ്കാരം. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് അറിയാത്തവരായി ആരും കാണില്ല. എന്തെന്നാൽ അദ്ദേഹത്തിന്റെ പ്രസംഗം അതുപോലെയാണ്. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട. പ്രസംഗങ്ങളിൽ പറയുന്ന മണ്ടത്തരങ്ങളിൽ കൂടി തന്നെയാണ് രാഹുൽ ഗാന്ധി എന്നും ശ്രദ്ധ നേടാറുള്ളത്. നമ്മൾ ദിനംപ്രതി നിരവധി വീഡിയോകൾ രാഹുൽ ഗാന്ധിയുടെ ഇങ്ങനെയുള്ള ഈ മണ്ടത്തരങ്ങളൊക്കെ പറയുന്ന വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുള്ളതാണ്. അത്തരത്തിൽ ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. എന്താണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? നമുക്കത് ആദ്യം ഒന്ന് കാണാം. तो उनको ये भी सोचना चाहिए, ये जो सब कर रहे हैं, कि किसी ना किसी दिन बीजेपी की सरकार बदलेगी और फिर कार्रवाई होगी, और ऐसी कार्रवाई होगी कि मैं गारंटी कर रहा हूं ये फिर से कभी नहीं होगा। तो उनको भी വലിയ വീരവാദം മുഴക്കി മോദിയെയും BJPയെ വെല്ലുവിളിക്കുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെയാണ് നമ്മളിപ്പോൾ കണ്ടത്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മറ്റു പാർട്ടികളോട് സീറ്റ് കെഞ്ചുന്നതിനിടയിലാണ് രാഹുലിന്റെ പുതിയ പ്രസ്താവന. അതും വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 400-ൽ കൂടുതൽ സീറ്റുകൾ വിജയിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന BJPയെയും ജനപ്രിയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയുമാണ് രാഹുൽ ഗാന്ധി വെല്ലുവിളിക്കുന്നത്. ഒരു കാലത്ത് 400-ലധികം സീറ്റ് ഒറ്റയ്ക്ക് നേടിയ പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. എന്നാൽ ഇന്ന് അതല്ല അവസ്ഥ. രാഹുലെ, തിരഞ്ഞെടുപ്പിൽ ഓരോ സംസ്ഥാനത്തും മത്സരിക്കാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ താഴെയിറക്കാൻ രൂപീകരിച്ച അവിയൽ മുന്നണിയിലെ ഓരോ നേതാക്കളോടും അപേക്ഷിക്കുകയാണ്. എന്നിട്ടാണ് ഇന്ന് ഇത്രത്തോളം ആളുകൾ ഒഴുകിയെത്തുന്ന, അതും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഒഴുകിയെത്തുന്ന BJP പാർട്ടിയെ താഴെ വീഴുമെന്നും കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നും അപ്പോൾ കാണാമെന്നുമുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന. എന്താ രാഹുലിന്റെ ഒരു തമാശയല്ലേ? ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴുയരുന്ന പരിഹാസം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.